അതിനിടയിൽ ദേശീയ നേതാവായി കയറ്റം കിട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ കോൺഗ്രസുകാർ ദേശീയ മുസ്ലിമാക്കി മാർക്കം കൂട്ടി. മലപ്പുറം ദേശത്തിൻ വിജയത്തിൻ തേരേറി കുഞ്ഞാലിക്കുട്ടിയെത്തി, PK കുഞ്ഞാലിക്കുട്ടിയെത്തി. ഇടതന്റെ അടവിന്നും ചടുലമായി തടയിട്ട് ലീഗിനഭിമാനമെത്തി, കുഞ്ഞാപ്പവീറോടെ എത്തി. മലപ്പുറം ദേശത്തിൻ വിജയത്തിൻ തേരേറി കുഞ്ഞാലിക്കുട്ടിയെത്തി. KPCCയുടെ 3 മുൻ പ്രസിഡന്റുമാർ ചേർന്നാണ് തൊപ്പി അണിയിച്ചത്. അതും ഗാന്ധി തൊപ്പി. തോറ്റു തൊപ്പിയിട്ടവരെ കണ്ടിട്ടുണ്ട്, ജയിച്ച് തൊപ്പിയിടുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്. ഇനിയൊരു വയനാടൻ വിശേഷമാണ്. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ സവിശേഷമായൊരു കഥയാണിത്. വെള്ളം ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം വരുന്നുള്ളൂ. അത് കലം കൊണ്ട് വെച്ചിട്ട് എല്ലാവരും നോക്കി നിൽക്കും. ഇന്നലെ വരെയും വെള്ളം വരും വരും വരുന്നും പറഞ്ഞോട് പിന്നെ എല്ലാവരും കല എടുത്ത് വെച്ചിട്ട് നോക്കി നിന്നിട്ടും വെള്ളം വൈകുന്നേരമായിട്ടും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അയൽവക്കത്തോ വീട്ടുകാരോടൊക്കെ ഓരോ കലം വെള്ളം വായ്പ ഇങ്ങനെ പോയി ചോദിച്ച് എടുത്തോണ്ട് വരും. ഇന്നിപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. വെള്ളം ഇങ്ങനെ കലക്ടർ വരും, പിന്നെ എല്ലാവരും കല ഇവിടെ കൊണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കലൊക്കെ കൊണ്ട് വെച്ചു. എത്ര പ്രാവശ്യം ഇവിടെ വെള്ളം വരുന്നുണ്ട്? വെള്ളം ഒരാഴ്ചയിലേ വരുന്നുള്ളൂ. നിങ്ങൾ ഒരു ആഴ്ച കൊണ്ട് എങ്ങനെയാ ഈ ഇത്രയും വെള്ളം കൊണ്ട് നടക്കുകയാണ്? അത് ഞങ്ങൾ ഓരോ വീട്ടുകളിൽ കൂടി പോകും വെള്ളത്തിന് വേണ്ടി. ഓരോ വീടുകളിൽ കൂടി പോകും. അല്ല, അവിടെ വെള്ളം ഉണ്ടോ? അവര് കുഴൽ കിണറുണ്ട്. എത്ര ദൂരം ഉണ്ടെന്ന്? അതിതേ ഈ കാണുന്ന വീട് അങ്ങ് പോകണം, പിന്നെ ഈ ഇവിടേക്കും പോകണം. ഇതേ ആ കാണുന്ന. എത്ര ദൂരം ഉണ്ടാവും ഏകദേശം? അത് കുറച്ച് പോയാൽ മതി. 100 മീറ്റർ വരില്ലേ? 100 മീറ്റർ 100 മീറ്റർ വരുന്നില്ലേ? 100 മീറ്റർ ദൂരം. എത്ര കാലമായിട്ട് ഈ വെള്ളം വരുന്നുണ്ടെന്ന്? 1 മാസം, 2 മാസം, 3 മാസം, എത്ര കാലം? 2 മാസം. 2 മാസം, 2 months. കാട്ടിൽ പോവാറില്ലേ? ചോദ്യം ചെയ്യൽ ഒരുപാടങ്ങനെ നീണ്ടുപോയെങ്കിലും കൊണ്ടുവന്ന വെള്ളം കൊടുത്തില്ല കേട്ടോ. സാറന്മാർ പോയി നാടൊക്കെ ചുറ്റിയടിച്ചു കണ്ടു വന്നതിന് ശേഷമാണ് ആ വെള്ളം കൊടുത്തത്. വയനാട് ജില്ലയിലെ മുള്ളൻകൊല്ലിയിൽ നിന്നുള്ള വിശേഷമാണ് കണ്ടത്. ഇനി മട്ടന്നൂരിൽ നിന്നുള്ളൊരു വിശേഷമാണ്. മട്ടന്നൂർ നഗരസഭയിൽ ഹർത്താലായിരുന്നു. പനിക്കെതിരെയുള്ള ഹർത്താൽ. ഇപ്പോൾ 100 കണക്കിന് ആളുകൾ പനി ബാധിച്ച്, ഡെങ്കിപ്പനി ബാധിച്ച് മാരകമായ സ്ഥിതിയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്
UDF അവിടെ ഹർത്താൽ നടത്തിയത്. അറ്റ കൈ എന്ന നിലക്കാണ് UDF പിന്നെ ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വന്നത്. നഗരസഭാ ചെയർമാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു സന്ദർശകനാണ്. അദ്ദേഹം അധികവും തിരുവനന്തപുരത്താണ്. മട്ടന്നൂർ നഗരസഭാ ചെയർമാന് തിരുവനന്തപുരത്ത് എന്താണ് പണി എന്ന് ചോദിച്ചാൽ കുഴങ്ങിപ്പോകും. ചെയർമാനല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ് അവിടെ പണിയുള്ളത്, മന്ത്രിപ്പണി, അതും ആരോഗ്യവകുപ്പിൽ. അങ്ങനെ നോക്കിയാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നാട്ടിലെ വിശേഷമാണ് ഈ കണ്ടത്. കൂടുതൽ പറയണ്ടല്ലോ, നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.